പൊന്നു നാട്ടുകാരെ, വീട്ടുകാരെ, കാട്ടുകാരെ, വീട്ടുകാരെ, കുട്ടികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഒരു പുതിയ KSRTC ബസ് പേഴ്സണലായിട്ടാണ് മേങ്ങിയത് കേസ്. അപ്പോൾ ഈ ബസ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് വേക്കിൽ കാണാമായിരിക്കും, മീത്തുള്ള ടാങ്കി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് പറക്കം തളിക്ക താമരാക്ഷൻ പിള്ളയാണെന്ന്. അപ്പോൾ നമ്മളെ പിറകിൽ നോക്കൂ, കണ്ണനാണ് നമ്മളെ കണ്ടക്ടർ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് ഏകദേശ കാര്യം പിടികിട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ചങ്ങായിമാരെ, ഞാൻ തന്നെയാണ് കണ്ടക്ടർ. കണ്ണൂർ മുതൽ കാസർഗോഡ് ജില്ല വരെ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് കേസ്. അപ്പോൾ അതിന് ആൾക്കാരെ കയറ്റാൻ പോകണം. അതുകൊണ്ട് കണ്ടക്ടറാണ്. ഞാൻ പൈസ സേവ് ആക്കും, ആൾക്കാരെ നല്ല മയത്തോടു കൂടി നല്ല ക്ലിയായി ഞാൻ പുറത്താക്കും. ഇപ്പൊ എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ടാവുമല്ലോ ഗൈസ്, നമ്മളെ കണ്ണൻ എന്താ ചെയ്യാൻ പോകുന്നത്? നല്ല കണ്ടക്ടർ അവന്റെ പണി തുടങ്ങി. കാസർഗോഡ് ആരാ ചോദിച്ചേ? പിന്നെ ഞാൻ മലയാളത്തിലൂടെ തന്നോട് പറഞ്ഞ കാസർഗോഡ് അല്ലാണ്ട് പിന്നെ തിരുവനന്തപുരത്താണോ ബേക്കൽ കോട്ട നീ എടുത്തു വെച്ചത്? കാരോട് മോനെ ഒരു 10 ബേക്കലും കോട്ട. 10 ബേക്കലും കോട്ടയാകുമ്പോ ഒരാൾക്ക് 100 രൂപ കൂടിപ്പോയി മോനെ. എന്റെ വീട്ടുകാർ വന്നിട്ട് ഞങ്ങൾക്ക് ശമ്പളം തരില്ല, മര്യാദക്ക് 200 രൂപ എക്സ്ട്രാ ചെറുക്കാ. ഞാൻ നിന്നെ കാട്ടി 40 വയസ്സിന് മൂത്തതല്ലേ, പിന്നെ നീ എന്നോട് ചൂടാന്നേ. സോറി മുത്തച്ഛ, എന്താ പേടി ഇരിക്കട്ടോ. അപ്പൊ കണ്ണന് കുറച്ച് കലിപ്പിലാണ് കേസ്. അപ്പൊ വേറെ ഏതെങ്കിലും കണ്ടക്ടറിനെ വെച്ചെങ്കിൽ നാട്ടാറിടി തച്ച് പുറത്താക്കി നമ്മളെ കണ്ണനായോട് പിടിച്ച് നിൽക്കുന്ന കേസ്. നമ്മളെ കണ്ണൂർക്കാരുടെ സ്വകാര്യ ബടി പൊട്ടിച്ചൊരു മാസാണ് സീനാണ്, എന്തെല്ലാം സംഗതിയാണ്. കണ്ണൂരും കാസർഗോഡ് പൊളിയാണ് കേസ്. അപ്പോൾ കണ്ണൂരും കാസർഗോഡ് പൊളിയാണെന്ന് പറയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ കാസർഗോഡ് കണ്ണൂർന്ന് ഇട്ടോളൂ. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയ ഇത് നമ്മളെ പാസിംഗ് സ്റ്റേറ്റ് ബസ്സാണ് കേസ്. നമ്മളെ കയ്യിലുള്ളത് താമരാക്ഷം പിള്ള പറക്കും തളിക ബസ്സാണ് കേസ്. അപ്പൊ ഇതിനുള്ള കുറച്ച് അബദ്ധം എല്ലാം വരും. ഈ വണ്ടിക്ക് കുറച്ച് കൺട്രോൾ കുറവാണ്. അപ്പൊ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത ബസ്സിന് എങ്ങനെ സീറ്റ് ബെൽറ്റ്? അപ്പൊ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് കണ്ണ എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുക്ക്. അപ്പൊ എല്ലാരും സീറ്റ് ബെൽറ്റ് ഇല്ലല്ലേ, എന്ത് ചാവാണ്. എല്ലാരും വള്ളി മുറുക്കി കെട്ടിയിട്ട് അടനെ ഇരിക്കുക. പറഞ്ഞതെല്ലാം ഒരു പോസ്റ്റ് കുത്തിട്ടിട്ട് തുടങ്ങി. മോനെ വള്ളി ഇല്ല, എല്ലാരും വള്ളിപ്പൊടി പിടിച്ച് കെട്ട്. സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത ബസ്സാണ്, പിടിച്ച് കെട്ട്. കണ്ട ഫുള്ള് എല്ലാ അപകടത്തിലേക്ക് പോകുന്ന ഒരു ബസ്സാണ്. ഏടെല്ലാം പോയിട്ട് കുത്തുന്ന് പറയാൻ കഴിയാമതി. MK അണ്ണനാണ് ഈ ബസ് ഓട്ടുന്നത്. രണ്ടാമത് ഇതൊരു പർക്ക് നൽകിയ ബസ്സാണ്. ഏടെല്ലാം പോയിട്ട് കുത്തുന്നത് ആർക്കും അറിയാലോ. അപ്പൊ എല്ലാരും കയറിന് സീറ്റ് ബെൽറ്റ് ആണെന്ന് നടിച്ച് കെട്ടുക. കണ്ണ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നീ ഒരു പാട്ട് പഠിച്ചിരുന്നു എന്നോട് പറഞ്ഞു. ആ പാട്ട് വേഗം പാട് നീ. അങ്ങനെങ്കിൽ MK അണ്ണൻ എന്നോട് പാടാണെന്ന് പറയാണ്ട ഒരു മനസ്സ് വന്നല്ലോ. ബ്രേക്ക് ഇല്ലാത്ത വണ്ടിന്റെ എന്ത് സിഗ്നലാ അണ്ണാ? ഓനിപ്പോ ചളാക്കി കൊളാക്കി ചളിയാക്കി ചേട്ടാ. നിങ്ങ മുണ്ടാണ്ടിക്ക്. നമ്മളെ കണ്ണന് പാട്ട് പാടുന്ന കാണുന്നില്ല. ബേക്ക് പാട്ട് പാട് കണ്ണ. ഇപ്പൊ പാടാം, ഞാൻ ശരിയാക്കി തരേ. ഈ പറക്കും തളിക, ഈ മനുഷ്യനീ കറക്കും തളിക, പറക്കും തളിക, ആകാശത്തോടെ പറക്കും തളിക, ഭൂമിന്റെ അടിയിൽ പോകും പറക്കും തളിക. ഗ്രാമം പോലത്തെ വണ്ടി അല്ല, ഗ്രാമം പോലത്തെ സ്ഥലത്തിൽ ഓട്ടുന്നു വണ്ടി. MK അണ്ണ, ഞാൻ ഇനി മനസ്സിനെങ്കിൽ ബയ്യ പാടാം. എനിക്ക് പനി ഈശ്വര, ഈ വണ്ടി എവിടെയെങ്കിലും കൊക്കല് വീഴല്ലേ, ശ്രദ്ധിച്ചിട്ട് MK അണ്ണനെ കൊണ്ടുപോകാനുള്ള മനസ്സ് വരണേ. കണ്ണ, നിന്നോട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ നീ ടിക്കറ്റ് എടുക്കണം. നീ ആ ഒരു ഏട്ടന്റെ ടിക്കറ്റ് മാത്രമല്ല എടുത്ത, വേറെ ആളുടെ ടിക്കറ്റ് ഒന്നും നീ എടുത്തിട്ടല്ലേ ബി എടുക്കടാ. പോയി പാട്ട് പാടാൻ നടക്കുന്നു. ആ കാര്യം ഞാൻ മറന്നു. ടിക്കറ്റ് മോനെ കാഞ്ഞും കാട്, മോനെ മുള്ളേരിയ, എന്ത് ബേക്കലം വെച്ചിന് 120 രൂപ. കാഞ്ഞങ്ങാട് 210 രൂപ. മുള്ളേരത്ത് 300 രൂപ. വേണ്ട ടിക്കറ്റ്. നീക്കടെ ഉദുമക്ക് 540 രൂപ. കുമ്പളാക്ക് 730 രൂപ. മോനെ ഇതെല്ലാം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, പൈസ കുറച്ച് കുറക്കണേ. ഈ ബസ് വേറെ ആളെ ഓണർഷിപ്പിലൊന്നല്ല ഉള്ളത്, ഇത് MK അണ്ണന്റെ ഓണർഷിപ്പിലുള്ളത്. അപ്പൊ കുറച്ച് പൈസ കൂടുതൽ. ഈ ബസ് കുറച്ച് അഡ്വഞ്ചറിലുണ്ടോ? അഡ്വഞ്ചറിന്റെ പൈസയാണ് ഞാൻ ചോദിക്കുന്നത്, മനസ്സിലായി? മര്യാദക്ക് തന്നോണ്ടില്ലെങ്കിൽ ഞാൻ നൈസായിട്ട് ചവിട്ടി പുറത്താക്കും. അയ്യോ മോനെ സോറി. MK അണ്ണ കണ്ണാ മിണ്ടാണ്ടിക്ക്. എനിക്കറിയാം, ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറാണ്. കണ്ടാ ഞാൻ എങ്ങനെ നൈസായിട്ട് സ്കൂട്ടായിട്ട് എടുത്തത്. പോയ ജമി തിരിച്ചെട്ടി. മോനെ ഈ വണ്ടിയിൽ AC ഇല്ലടാ. AC ആണല്ലേ നിനക്ക്? ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ട് ഒരു കൂളർ എടുത്തിട്ട് നിന്നെ മൂട്ടക്ക് വെച്ചിട്ടാ പോയി. അയ്യോ സോറി. അപ്പൊ ഈ പടക്കം തളിക്കായോണ്ട് കുറച്ച് മിസ്റ്റേക്ക് വന്നതാണ്. ഇനി ശ്രദ്ധിച്ച് ഓട്ടിക്കോളാം. ഇയാൾക്ക് വണ്ടി ഓട്ടാൻ അറിയില്ല, ഡ്രൈവറിന് കളിക്കും ബുദ്ധിയില്ല. പിന്നെ ഞാന്
എംകെണ്ണ ഒരുത്തൻ തീർന്നിട്ടുണ്ട്. നീ ഓനെ കൊന്നോടാ? ശ്രദ്ധിച്ചോട്ട് വണ്ടി ഹാർട്ട് അറ്റാക്ക്. അയ്യോ അണ്ണ ഒരു പ്രശ്നമുണ്ട്. എന്താടാ? നേരത്തെ ഒരു പേരെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പൊ രണ്ടുപേര് ചത്തു. ഒരുത്തന് ഹാർട്ട് അറ്റാക്ക്, ഒരുത്തന് ഞാൻ കൊന്നു. അയ്യോ എന്നെ പോലീസ് പിടിക്കേ. നീ ഒറ്റ ഒരുത്തൻ കാരണം അവിടെ കണ്ണ് അങ്ങനെ കൊക്ക വണ്ടിയിൽ എടുത്തിട്ട് ഈ വണ്ടീനെ തിരിച്ചെടുത്തല്ല ഭാഗ്യം. ആൾക്കാരെല്ലാം സുരക്ഷ ആയിട്ടുണ്ട്. എംകെണ്ണ വേറൊരു പ്രശ്നമുണ്ട്. എന്താ പിന്നെ അതില് ചത്ത? ഇപ്പൊ 4 പേരായി. അയ്യോ എന്നെ പോലീസ് പിടിക്കേ. ഞാനും ജീവിച്ചിട്ട് കൊണമില്ലേ. 4 പേരുടെയും കുടുംബക്കാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും സംസ്കാരമാക്കേണ്ട ഒരു പ്ലാനിങ് നീ എത്തിക്കണം കണ്ണ. നീ കാരണമാണ് ഈ 4 പേര് അയ്യോ ചത്ത. ഞാനും പോവോ ജയിലില്. പ്ലീസ് എംകെണ്ണ എന്റെ വീട്ടിൽ കൂടി എനിക്ക് എന്നെ ഏറ്റെടുത്തിട്ട് എംകെണ്ണ ജയിലിൽ പോയി ചത്തറ. ഞാൻ നല്ല കുത്തു. ഞാൻ പറയും നീ കൊന്ന എന്റെ നിന്നെ ചൈൽഡ് ജയിലിൽ എത്തിക്കൂടാ. നിന്നെ നോക്കി ഞാൻ എത്തിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ കൊന്നല്ല. പിന്നെ അണ്ണ ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് കമ്പിയിൽ ചാടിയിട്ടുണ്ട്. അപ്പൊ ചാടിയിട്ട് ഈ കുന്ത എന്താ ഈ തുരും പൂച്ചിട്ടുണ്ടായി പറക്കുന്ന അവസ്ഥല്ലേ. എണ്ണ സഡൻ ആയിട്ട് റിവേഴ്സ് എടുക്കുമ്പോ ഞാനും കമ്പിയും കൂടെ പൊട്ടി അയാളെ തലക്ക് വീണ് നിന്നിട്ട് ചത്ത്. എനിക്കണ്ണ പിന്നെ ഒരു കാര്യം എനിക്കറിയാലോ, കമ്പി പൊട്ടിയത് എനിക്ക് ഓർമ്മയുള്ള പയ്യെ ഞാനും താഴേണ്ട അയാളെ തലമണ്ടക്ക് കമ്പി വേണ്ടി ചത്തി. എന്റെ പഠിച്ചോനെ എല്ലാം കുറ്റം കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമല്ലോ. എനിക്കണ്ണ നിങ്ങള് വിഷമിക്കേണ്ട, 100% നിങ്ങൾ തന്നെ ജയിലിൽ പോകും, ഉറപ്പ്. അപ്പൊ മോനെ ഞാൻ എങ്ങനെയെങ്കിലും ബക്കാസുരടുത്തെല്ലാം നന്ദിണ്ട് മോനെ. ജീവനോട് എത്തിച്ചേനി. ഞങ്ങൾക്ക് 100 വയസ്സായതാണ്. ഞാൻ ചാവാത്തൊരു ഭാഗ്യം തന്നെ. എനിക്കണ്ണൻ ഉണ്ടായോണ്ടല്ലേ ചേട്ടാ, ഞാൻ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. കാര്യം ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അയ്യോ ജീവനോട് രക്ഷപ്പെട്ടു. എംകെണ്ണ നാട്ടിലിപ്പോ ഫുള്ള് ചർച്ചാ വിഷയം നമ്മൾ 4 കോടി ഓരോ കുടുംബക്കാർക്ക് ഞാൻ കുറച്ച് രാത്രി ന്യൂസ് വരുമെന്നൊരു ഉറപ്പും കൂടി കിട്ടി. അങ്ങനെ എംകെണ്ണന്റെ കാര്യത്തിലൊരു ശുഭം ആയി. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. ഗൈസ് അപ്പൊ കണ്ണനെ കൂട്ടിയത് എന്തോ ഒരു തെറ്റുമായി പോയി ഗൈസ്. കണ്ണനെ കൂട്ടാൻ പാടില്ലായിരുന്നു. എന്നെ കുടിക്കുക ഗൈസ്. 4 പേരെ അല്ല 4 പേര് ഞാൻ. അപ്പൊ ഗൈസ് ഞാൻ എന്തായാലും ജയിലിലാവും ഉറപ്പ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാ. അതായിരിക്കും 4 പേരെ കൊലപാതക നിക്കട്ടെ.